ഗൈസ്, അപ്പോൾ നമ്മുടെ ഇപ്രായത്തൊക്കെ റെൻറ്റ് വേണ്ടേ? എൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ നാൾ ഈ ശബ്ദമൊക്കെ കേട്ട് ഞങ്ങളങ്ങ് അഡാപ്റ്റായിപ്പോയി. എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് വിട്ടു. പിന്നെ കുറേ തിരക്ക്, പ്രാക്ടിക്കൽസ്, സെമസ്റ്റർ, അങ്ങനെ അതൊക്കെ വിട്ടു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എൻ്റെ റൂംമേറ്റ് നാട്ടിൽ പോയി. അപ്പോൾ എനിക്ക് ഈ ഒറ്റയ്ക്ക് കിടക്കാനൊക്കെ കുറച്ച് പേടിയുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അടുത്ത റൂമിൽ. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് കിടന്നു. അങ്ങനെ അന്ന് രാത്രി അവൾ സ്വപ്നം കണ്ടതാണെന്ന് അവൾ പറയണേ. ലൈക്ക് ഒരു കറുത്ത രൂപം അവളുടെ കാല് എടുത്ത് ബെഡിനടിയിലേക്ക് ഇട്ടു. പക്ഷെ അവൾ പെട്ടെന്ന് ഞെട്ടിണീക്കുമ്പോൾ ലിറ്ററലി അവളുടെ കാല് ബെഡിന് അടിയിലാണ്. പക്ഷെ അവൾ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും വിശ്വസിക്കില്ല. സോ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടു. പിന്നെ ലാസ്റ്റ് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇന്ത്യ പാക് വാർ വരുമ്പോൾ നമ്മളെല്ലാവരും അവിടുന്ന് നാട്ടിലേക്ക് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പം നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ബസ്സിലാണ് ഞങ്ങൾ ഡൽഹിക്ക് വന്നത്. അപ്പോൾ ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു റൂമിലിരുന്ന് ഇങ്ങനെ ഏത് ബസ് എടുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് എന്തോ ഒരു കാര്യത്തിന് എനിക്ക് കിച്ചണിൽ പോകണം. അപ്പോൾ ഞാൻ കിച്ചണിൽ പോകാൻ നിൽക്കുമ്പോൾ എൻ്റെ റൂംമേറ്റ് റൂമൊന്ന് ഇറങ്ങി വരുന്നുണ്ട്. ബ്ലാക്ക് ഔട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെഴുകുതിരി അതുപോലെ കുഞ്ഞു ലൈറ്റ്സൊക്കെ വെച്ചിട്ട് ഫോണിൻ്റെ ഫ്ലാഷൊക്കെ യൂസ് ചെയ്തിട്ടാണ് നടന്നിരുന്നത്. നമുക്ക് ലൈറ്റൊന്നും പുറത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്ന് ഞങ്ങളിങ്ങനെ ക്രോസായി. അതായത് അവളിങ്ങനെ ഹോളിലോട്ട്, ഞാൻ കിച്ചണിലോട്ട് പോവാം. ഇങ്ങനെ എത്തിയപ്പോൾ അവൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കി. അപ്പം ഞാൻ എന്താടിയെന്ന് ചോദിച്ചപ്പോൾ, ഇല്ല നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് കാണാനൊന്നും കാണില്ല. ഇടീ ആ സാധനം നമ്മുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് പോയി എന്ന് പറഞ്ഞു. പിന്നെ എന്ത് സാധനം, ഞാനൊന്നും കാണാനില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ എത്തിയൊക്കെ നോക്കിയിട്ടോ. പക്ഷെ എനിക്കൊന്നും കാണാണ്ടായിരുന്നില്ല. റൂമിൽ പോയിട്ട് നോക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലൈറ്റൊന്നും ഇടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അതിനൊന്നും ഉള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല, ഇപ്പം എൻ്റെ മാത്രം തോട്ടായിരുന്നെങ്കിൽ അത് ഒരു തോന്നലായിട്ട് തന്നെ പോയേനെ. പക്ഷെ ആ ഫ്ലാറ്റിലുള്ള എല്ലാവർക്കും ഒരേപോലെ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നെങ്കിൽ അതിനർത്ഥം അവിടെ എന്തോ ഉണ്ടായിരുന്നു. എന്താ ഉള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷെ എന്തോ ഉണ്ടായിരുന്നു. ആൻഡ് ഞങ്ങളുടെ ഓണേഴ്സും അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും, അവർ പഞ്ചാബീസാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ടായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ്. ബൈ.